1,00,000 കിലോഗ്രാം സ്വർണം, അതായത് 100 ടൺ സ്വർണം ലണ്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇത്രയും വലിയ ട്രാൻസാക്ഷൻ പോസിബിൾ ആവുന്നത്? ഇതൊരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആണോ? 2012 അബ്ബാസ് മസ്താൻ ബർമാല ഡയറക്റ്റ് ചെയ്ത് അഭിഷേക് ബച്ചൻ, സോനം കപൂർ, വിനോദ് ഖാന, ബിപാഷ ബസു എന്നിവരെ കാസ്റ്റ് ചെയ്ത് ഇറ്റാലിയൻ ജോബ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കായി പുറത്തിറക്കിയ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഇതുപോലൊരു സീൻ നിങ്ങൾക്ക് കാണാം. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, റഷ്യയിൽ നിന്നും റൊമാനിയയിലേക്ക് 1000 കോടി വില വരുന്ന സ്വർണം കടത്തുന്നതിനിടയിൽ ഒരു കമ്പാർട്ട്മെന്റ് നിറയെ സ്വർണ്ണക്കട്ടകൾ മോഷ്ടിക്കുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ളതുമാണ് സിനിമയിൽ പറയുന്നത്. ലണ്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് 100 ടൺ സ്വർണം എത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്ന സിനിമ ഇതാണ്. എന്നാൽ ഇത് തീർത്തും ലീഗലായിട്ടാണ് കടത്തിയിരിക്കുന്നത്. RBI തന്റെ വിദേശ സ്വർണ്ണ നിക്ഷേപം ഫിനാൻസ് മിനിസ്ട്രിയുടെയും ഇന്ത്യയുടെ വിവിധ ഏജൻസിയുടെയും സഹായത്തോടെ പ്ലാനിങ്ങോടെ ഒരു പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. RBIയുടെ പഴയ ഓഫീസ് കെട്ടിടത്തിലും നാഗ്പൂരിലുമാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് RBI വിദേശ സ്വർണ്ണ നിക്ഷേപം നടത്തുന്നത്? അതിനായി എന്തിനാണ് ഇംഗ്ലണ്ട് ചൂസ് ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ട് ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരുന്നു? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മൈ നെയിം ഈസ് സെൽവ ജൽസിൻ ആൻഡ് വെൽക്കം ടു മൈ വീഡിയോ. 1991 സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി അന്നത്തെ ചന്ദ്രശേഖർ സർക്കാർ 46.91 ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ജപ്പാനിലും പണയം വെച്ചു. ഏതാണ്ട് 405 ദശലക്ഷം രൂപയുടെ ഇടപാട്. എന്നാൽ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതോടെ RBI സ്വർണം കരുതൽ ശേഖരമായി വാങ്ങിത്തുടങ്ങി. 2009 IMF നിന്ന് ഇന്ത്യ വാങ്ങിയത് 200 ടൺ സ്വർണമാണ്. ഏതാണ്ട് $6.7 ബില്യൺ ഇടപാട്. 2019 ആയപ്പോഴേക്കും ഇത് 618.2 ടണ്ണായി മാറി. 2023 794.6 ടണ്ണായിട്ടും ഈ വർഷം, അതായത് 2024 827.69 ടണ്ണായി മാറിയിരിക്കുകയാണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം 413.8 ടൺ സ്വർണം വിദേശ രാജ്യങ്ങളിലായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതിന്റെ 1/4 പാർട്ട്, അതായത് 100 ടണ്ണാണ് RBI ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയെ പോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും ഇംഗ്ലണ്ടിൽ വിദേശ സ്വർണ്ണ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇംഗ്ലണ്ട് ചൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഇംഗ്ലണ്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾഡ് മാർക്കറ്റ്സ് ഇൻ ദ വേൾഡ്. അവിടെ നമ്മുടെ ഗോൾഡ് സേഫ് ആണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് RBI ഇപ്പോൾ നമ്മുടെ സ്വർണ്ണ നിക്ഷേപം തിരിച്ചു കൊണ്ടുവരുന്നത്? ഒരിക്കലും ലണ്ടൻ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിനല്ല നമ്മുടെ സ്വർണം സൂക്ഷിക്കുന്നത്. അവരൊരു എമൗണ്ട് അതിനായി ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദേശ നിക്ഷേപം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ചാർജും വളരെ വലുതാണ്. അത്രയും വലിയൊരു എമൗണ്ട് ഇന്ത്യക്ക് അവർക്ക് കൊടുക്കാനില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. രണ്ടാമത്തെ കാര്യം സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ആണ്. ഉക്രൈൻ വാറിന് ശേഷം റഷ്യയുടെ $300 ബില്യൺ ഫ്രോസനായി കിടക്കുന്നത്. താലിബാൻ കടന്നുകയറ്റത്തെ ചൊല്ലി അഫ്ഗാനിസ്ഥാന്റെ $7 ബില്യൺ അമേരിക്കയിൽ ഫ്രോസനായിട്ട് കിടക്കുന്നത്. ഇത്തരം സെക്യൂരിറ്റി ഇഷ്യൂസും കൺസേൺസും മുൻകൂട്ടി കണ്ടിട്ടാണ് RBI തങ്ങളുടെ വിദേശ നിക്ഷേപം തങ്ങളുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു മികച്ച തീരുമാനമാണ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ആവുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. And do not forget to hit the like button. Thank you.